ഹായ് എവരി വൺ. ഇന്നത്തെ PYQ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏത്? സോഡിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏത്? സോഡിയം. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലം ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലം ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ. കേവല പൂജ്യം എന്ന് പറയപ്പെടുന്ന ഊഷ്മാവ് -273 ഡിഗ്രി സെൽഷ്യസ്. കേവല പൂജ്യം എന്ന് പറയപ്പെടുന്ന ഊഷ്മാവാണ് -273 ഡിഗ്രി സെൽഷ്യസ്. മലയാളം മാതൃഭാഷയായിട്ടുള്ള കേരളത്തിൽ ഉൾപ്പെടാത്ത പ്രദേശം മാഹി. മലയാളം മാതൃഭാഷയായിട്ടുള്ള കേരളത്തിൽ ഉൾപ്പെടാത്ത പ്രദേശമാണ് മാഹി. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട്. മണ്ടരി രോഗത്തിന് കാരണമായ ജീവി വൈറസ്. മണ്ടരി രോഗത്തിന് കാരണമായ ജീവി വൈറസ് ആണ്. വിക്ഷേപണാനന്തരം പേര് മാറ്റിയ ഇന്ത്യൻ ഉപഗ്രഹം മെറ്റ്സാറ്റ്. വിക്ഷേപണാനന്തരം പേര് മാറ്റിയ ഇന്ത്യൻ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ്. വൈദ്യുതി പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളി. വൈദ്യുതി പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളിയാണ്. 2003 ലോക അത്ലറ്റിക്സ് അഞ്ജു ബേബി ജോർജിന് ലഭിച്ച മെഡൽ വെങ്കലം. 2003 ലോക അത്ലറ്റിക്സിൽ അഞ്ജു ബേബി ജോർജിന് ലഭിച്ച മെഡൽ വെങ്കല മെഡൽ. കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ്. കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ്. SSAയുടെ പൂർണ്ണരൂപം എന്താണ്? സർവശിക്ഷ അഭിയാൻ. SSAയുടെ പൂർണ്ണരൂപം എന്താണ്? സർവശിക്ഷ അഭിയാൻ. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും കൂടുതൽ തുകയുള്ള പുരസ്കാരം സരസ്വതി സമ്മാൻ. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും കൂടുതൽ തുകയുള്ള പുരസ്കാരം സരസ്വതി സമ്മാൻ. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അവകാശം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെന്റ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അവകാശം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പാർലമെന്റ്. ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി. ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി. സമുദ്രതീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ല കോട്ടയം. സമുദ്രതീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ല കോട്ടയം. ഭൂമിയിൽ നിന്നും ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം സൂര്യൻ. ഭൂമിയിൽ നിന്നും ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്ത്? നീല. ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്ത്? നീല. ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പക്ഷി. ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പക്ഷി. ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നത് ആരെയാണ്? ചൊവ്വ. ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നത് ചൊവ്വ ഗ്രഹത്തെയാണ്. ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാലമാണ് 12 വർഷം. ഒരു വ്യാഴവട്ടക്കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാലം 12 വർഷം. രക്തശുദ്ധീകരണവുമായി ബന്ധമില്ലാത്ത അവയവം ത്വക്ക്. രക്തശുദ്ധീകരണവുമായി ബന്ധമില്ലാത്ത അവയവം ത്വക്ക്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കുസാറ്റ് എന്ന് വിളിക്കപ്പെടുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. കുസാറ്റ് എന്ന് വിളിക്കപ്പെടുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. ജനകീയാസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു? 9ാം പദ്ധതി. ജനകീയാസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു? 9ാം പദ്ധതി. സിൽക്ക് പാത എന്നറിയപ്പെടുന്നത് നാഥുല ചുരമാണ്. സിൽക്ക് പാത എന്നറിയപ്പെടുന്നത് നാഥുല ചുരം. എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? വയനാട്. എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? വയനാട്. ഗോവ ഉൾപ്പെടെയുള്ള പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ സ്വതന്ത്രമായ വർഷമാണ് 1961. ഗോവ ഉൾപ്പെടെയുള്ള പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ സ്വതന്ത്രമായ വർഷം 1961. ഇന്ത്യയുടെ ആദ്യ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം.
ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേര് ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേര് ചന്ദ്രയാൻ. വായനാ വാരമായി ആഘോഷിക്കുന്ന കാലം ജൂൺ 19 മുതൽ 25 വരെ. വായനാ വാരമായി ആഘോഷിക്കുന്ന കാലമാണ് ജൂൺ 19 മുതൽ 25 വരെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി പരമവീര ചക്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയാണ് പരമവീര ചക്ര. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. പ്രഥമ ലോക്സഭാ സ്പീക്കർ ജി.വി. മാവ്ലങ്കർ. പ്രഥമ ലോക്സഭാ സ്പീക്കറാണ് ജി.വി. മാവ്ലങ്കർ. സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. തെറ്റിപ്പോകരുത്. സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് K2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2. വിറ്റാമിൻ സി ഏത് ആസിഡുമായി ബന്ധപ്പെട്ടതാണ്? അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സി ഏത് ആസിഡുമായി ബന്ധപ്പെട്ടതാണ്? അസ്കോർബിക് ആസിഡ്. മഹിളാ പ്രധാൻ ഏജന്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? തപാൽ വകുപ്പാണ്. മഹിളാ പ്രധാൻ ഏജന്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? തപാൽ വകുപ്പ്. മഹിളാ പ്രധാൻ ഏജന്റ് തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. കേരള സംസ്ഥാനവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. മുല്ലപ്പെരിയാർ കേരളത്തിലെ ഏതു ജില്ലയിലാണ്? ഇടുക്കി. മുല്ലപ്പെരിയാർ കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഇന്ദിരാ വധം അന്വേഷിച്ച കമ്മീഷൻ ഏത്? താക്കർ കമ്മീഷൻ. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷനാണ് താക്കർ കമ്മീഷൻ. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഇന്ത്യ. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മയാണ്. സാരേ ജഹാൻ സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? ഉറുദു. സാരേ ജഹാൻ സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഉറുദു ഭാഷയിലാണ്. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം മോഹിനിയാട്ടം. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഏക മലയാളിയാണ് C. ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഏക മലയാളിയാണ് C. ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ന് നമ്മൾ 50 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കുമെന്ന് അറിയാം. എങ്കിലും ഇന്ന് തന്നെ നിങ്ങൾ ഈ 50 ക്വസ്റ്റ്യൻസ് കാണുക, കേൾക്കുക, കേട്ട് പഠിക്കുക, കൂടെ പറഞ്ഞ് പഠിക്കുക, വീണ്ടും കേൾക്കുക. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ക്രിസ്മസ് ഓൾ ഓഫ് യു.